ദ കിറ്റ് റൂമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പോഡ്കാസ്റ്റായിട്ട് ഞാൻ വന്നിട്ട് ഒരുപാട് മാസമായി. അപ്പോൾ വീണ്ടും ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വാർത്ത നിങ്ങളെ സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ തുടക്കം ഈ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഈ ദിവസം എന്ത് ടോപ്പിക് എടുക്കണമെന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഡിസ്കഷനിലായിരുന്നു. അപ്പോൾ മീറ്റ് മൈ ഫ്രണ്ട് സെയ്ഫ്. ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ പോകുന്ന ഫേസാണത്, എല്ലാവരും ഓർത്ത് വെച്ചാൽ സ്ഥിരമായിട്ട് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യായിരുന്നു എന്ത് ടോപ്പിക് നമ്മൾ ഈ റീസ്റ്റാർട്ട് ചെയ്യാണല്ലോ, അപ്പം നല്ലൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ചർച്ച ചെയ്യുന്ന സമയത്ത് സെയ്ഫാണ് ആ ഒരു ടോപ്പിക്ക് നമ്മളോട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ടോപ്പിക് എന്താണെന്നുള്ളത് സെയ്ഫ് തന്നെ. നമ്മൾ ഈ സാധനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ ഇവനുള്ളൊരു പാഷൻ, നിനക്കുള്ളൊരു പാഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചാനൽ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നു എന്നുള്ള റീസൺ ആക്ച്വലി പാഷൻ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇവനതിൽ ഭയങ്കര പാഷനേറ്റാണ്. അപ്പോൾ ഇവനൊരു പാഷനാണ് ഇങ്ങനെ പോഡ്കാസ്റ്റൊക്കെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം കുറേ ആൾക്കാരോട് ഔട്ട് സീറ്റിൽ ഇപ്പോൾ ഞാനിരിക്കുന്നു, ലോക്കലായിരിക്കുന്നു, ഇനിയിപ്പോൾ വലിയ വലിയ ആൾക്കാർ ഇവിടെ നിന്ന് ഇരിക്കണം അല്ല, അതൊക്കെ നമ്മുടെ പാഷനാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വിചാരിച്ചു ടോപ്പിക് എന്ത് ചെയ്യാം, പാഷൻ. പാഷനെ കുറിച്ച് സംസാരിക്കാം. കാരണം ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പാഷൻ എന്നുള്ള ടോപ്പിക്കിലെ. ഈ പാഷൻ എന്നൊരു വേർഡ് ഈ അടുത്ത കാലഘട്ടമല്ലേ ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ കേൾക്കാൻ തുടങ്ങി. പാഷൻ എന്നൊരു ഫീല് അല്ലെങ്കിൽ ആ ഒരു സംഭവം അല്ലെ ഒരു മനുഷ്യനുണ്ടായ കാലത്തും മുതൽ ഉണ്ടാവും പാഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് പാഷൻ, ഞാൻ പാഷന്റെ പിറകെ പോകുന്നു അല്ലെങ്കിൽ എനിക്ക് പാഷന്റെ പിറകെ പോകണം എന്നുള്ളൊരു സാധനം ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ അല്ലെ. അതിൽ നമ്മൾ സോഷ്യൽ ചേഞ്ചസ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ കുറെ മുമ്പ് വരെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു കണ്ടംപററി സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. ഇന്ന ഇത് കഴിഞ്ഞാൽ ഇന്ന കോഴ്സ് എടുക്കുക, ഇന്ന ജോബിന് പോവുക. അവിടെ നമ്മൾ ഇഷ്ടങ്ങൾക്കൊന്നും തീരെ വില ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറെ ആൾക്കാർ മാറി ചിന്തിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാഷൻ എന്നുള്ള വേർഡ് കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് തോന്നുന്നത്. സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് എത്തിച്ചാണ് ഈ പാഷൻ എന്നൊരു വേർഡിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ട് ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സോഷ്യൽ മീഡിയ എത്തിച്ചു കാരണം ഇതിലൊരിക്കലും ഒരാൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഒരു ഇൻഫ്ലുവൻസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. എന്തായാലും ഇൻഫ്ലുവൻസ് എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഉണ്ടാവില്ല. അതുപോലെ സോഷ്യൽ മീഡിയ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് പലർക്കും പാഷൻ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പാഷൻ എന്താണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഒരിക്കലും മടുക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് പാഷനാണെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, സേഫ് മനസ്സിലാക്കിയെടുത്തോളം എന്താണ് പാഷൻ, എൻ്റെ ഡെഫിനിഷൻ എന്താണ് മനസ്സിലാക്കിയെടുത്തോളം? ഓക്കെ, എൻ്റെ ഒരു ഡെഫിനിഷനിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് എത്ര ചെയ്ത് കഴിഞ്ഞാലും അതിലൊരു മടുപ്പ് വരരുത്, അല്ലെങ്കിൽ ഒരു ബോറിങ് വരരുത്. എന്നെ സംബന്ധിച്ച് അതാണ് പാഷൻ. എൻ്റെ പാഷൻ ആക്ച്വലി എല്ലാം അങ്ങനെയാണ്. പിന്നെ ദ മോസ്റ്റ് തിങ്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, അങ്ങനത്തെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പാഷൻ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ ലൈഫിലും ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്തതാണ്. പാഷന് എപ്പോഴും എന്നും പാഷൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നോളാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും ലൈഫിലുണ്ട് കേട്ടോ. മീൻസ് പല കുത്തുവാക്കുകളും കാര്യം സ്ഥിരമായിട്ട് വരലുണ്ട്. ബട്ട് നമുക്കറിയാലോ, നമുക്കതിന് കിട്ടുന്ന ഒരു കിക്ക് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ സംഭവം. ഞാൻ ചോദിക്കട്ടെ, പാഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും? ഡെഫിനറ്റ്ലി, എന്തായാലും ഉണ്ട്. അപ്പോൾ ഒന്നും മടുപ്പ് വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് ചോദിക്കുന്നത്. മീൻസ് അത് കണക്റ്റഡ് ആയിരിക്കും പൊതുവെ പാഷൻസ് എല്ലാം. ഇപ്പോൾ ഒരാൾക്ക് പറഞ്ഞില്ല, ഇപ്പം നന്നായിട്ട് പാടാൻ അറിയുന്ന ഒരാളുണ്ട്, അതൊരു ആളൊരു പാഷനായിരിക്കും. പാട്ട് പാടുക അല്ലെങ്കിൽ പാട്ട് എന്നൊരു പാഷനായിരിക്കും. ഇപ്പോൾ ഈ പാട്ട് എന്നൊക്കെ ഒരു ആർട്ട് ഫോമാണ് അല്ലേ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ആർട്ട് ഫോംസിലോട്ടും ആൾക്കൊരു പാഷൻ വരാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പാഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുണ്ടാവും. അതായത് ഏണിങ്സ് കിട്ടാത്തത് പോലും ഒരു ഏണിങ്സ് എന്നുള്ളത് ഒരിക്കലും പാഷൻ ഒരിക്കലും കണക്ട് ചെയ്യുന്നേ ഇല്ല. ഏണിങ്സ് ഈസ് സെപ്പറേറ്റ് തിങ്. പാഷൻ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സംഭവം പാഷനാണ്. എൻ്റെ പാഷൻ എന്ന് പറയുമ്പോൾ ഒരു പാഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ സ്പെസിഫിക്കലി ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ പല മേഖലകളുണ്ട്. അപ്പോൾ എനിക്ക് ബിസിനസ് ആണ് എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറയുന്നതിനൊരു അർത്ഥമുണ്ടോ? സത്യം പറഞ്ഞു ഞാൻ ഇന്ന ബിസിനസ് ആണ് ചെയ്യുന്നത്, അതാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ബിസിനസ് ആണെന്ന് പറയുന്ന ഒരു പാഷൻ, ബിസിനസ് ആണെന്ന് പറഞ്ഞ പാഷൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം എന്തായിരിക്കും അറിയും, ഒരു സംഭവം ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിനൊരു പാഷൻ പോലെ കാണുന്നു. മീൻസ് ആ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ.
ഇപ്പോൾ ചിലപ്പോൾ എന്താ പറയുക ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ, ഡെയിലി കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആളുടെ പേഴ്സണൽ പാഷനായിട്ട് കാണാം. നമുക്ക് എല്ലാത്തിനും ഒരു സ്ട്രൈറ്റ് ഡെഫിനേഷൻ കൊടുക്കാന്നൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ബട്ട് ആളെ പേഴ്സണലി അതായിരിക്കും പാഷൻ. ആൾക്ക് ഈ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുക, അതിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം, അതിൽ സ്വന്തമായിട്ട് ഫിനാൻഷ്യലി ഏൺ ചെയ്യുക, അതൊക്കെ പാഷനായിട്ട് കാണാം. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളെ നമ്മുടെ അത് ഈ ജനറേഷനിലുള്ള ആൾക്കാരുടെ പാരൻസ് നമ്മളെ പാഷൻ, എൻ്റെ പാഷൻ ഇതാണെന്ന് പറഞ്ഞ് പാഷൻ്റെ പിറകിൽ പോകുമ്പോൾ അവരുടെ ഒരു എതിർപ്പ് എന്തായാലും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ഫീൽ എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, പാഷൻ എന്നത് അതിൻ്റെ പിറകെ പോകണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സെറ്റായതിനു ശേഷമാണോ അല്ലെങ്കിൽ അതിന് മുമ്പ് പോകണോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും വരാറുണ്ട്. ഒരുപാട് പേർക്ക്. അപ്പോൾ നമ്മളൊന്ന് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം നമ്മളൊരു പാഷൻ്റെ പിറകെ പോകണമെങ്കിൽ ചിലപ്പോൾ ഏജ് ഓവർ ആവാം, ചിലപ്പോൾ നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് വരാം. അപ്പോൾ പാഷൻ എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങണം, എപ്പോൾ പോകണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? അല്ല, അത് എനിക്കും എല്ലാവർക്കും ഇപ്പൊ തുടങ്ങണോ? ഞാൻ ഇപ്പൊ തുടങ്ങണോ വെച്ചാൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള എൻ്റെ ഒരു ഇതെങ്ങനെയായിരിക്കും, എൻ്റെ ഒരു സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്താവും നെക്സ്റ്റ് എന്ന് നമുക്കറിയാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം പോകാനുള്ളൊരു സമയം ഉണ്ടാവും? അല്ല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ രണ്ട് രീതിക്കാണ് ആൾക്കാർ എടുക്കുക. ഒന്നെങ്കിൽ ചില ആൾക്കാർ സേഫസ്റ്റ് സോൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് നേരത്തെ പറഞ്ഞ തോട്ടുള്ള ആൾക്കാരുണ്ട്. പൊതുവേ റിസ്ക് എടുക്കാൻ വില്ലിങ്ങുള്ള ആൾക്കാർ ആക്ച്വലി അതിന് പിന്നിൽ പോകുന്നുള്ളതാണ് കുറച്ചും കൂടെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അതങ്ങനെ അസ്ഥിക്ക് പിടിച്ചതാണെങ്കിൽ നമ്മളവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിന് ശേഷം അതിലോട്ട് പോകാന്നുള്ളപരി അത് മീൻസ് പ്രൊഫഷൻ ആക്കാൻ പറ്റുന്ന പാഷൻസാണ്. എല്ലാ പാഷൻസ് പ്രൊഫഷൻ ആക്കാൻ പറ്റും. ഇപ്പോൾ റൈഡിങ് എനിക്ക് പാഷനാണ്, അതൊരിക്കലും ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റുന്നതല്ല. അങ്ങനത്തെ ഒക്കെ ഓഫ്കോഴ്സ് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാണ്ട് ചില സംഭവങ്ങൾ നമുക്ക് പാഷനാക്കാൻ പറ്റുന്ന പ്രൊഫഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം ഞാനൊക്കെ ആക്ച്വലി അങ്ങനെ എടുത്ത ഒരാളാണ്. ഈ മീഡിയ ഫീൽഡ് പാഷൻ കൊണ്ട് മാത്രം സെലക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊരു പ്രൊഫഷനാക്കി മാറ്റാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഇല്ല, നമുക്ക് പറ്റുന്ന ഒരു ഫീൽഡാണല്ലോ ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എഡിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ആ സമയത്ത് റിസ്ക് എടുത്തു. ഇത് ഈ പാഷൻ പ്രൊഫഷനാക്കി മാറ്റാം, ആ പ്രൊഫഷൻ ത്രൂ ഏണിങ്സ് ഉണ്ടാക്കാം. സോ അങ്ങനത്തെ പാഷനാണ് നമുക്ക്. ഓഫ് കോഴ്സ് ആ റിസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. സൈഫു, ഇത് പാഷൻ എന്ന് പറയുന്നത്, സൈഫുഡ് പാഷൻ എന്ന് പറയുന്നത് അതായത് മീഡിയ ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു ബിസിനസ്, അത് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു മീഡിയ സ്കൂളുണ്ട് സൈഫുൻ, ഓക്കെ, ആ മീഡിയ സ്കൂൾ ഒരു പാഷനായിരുന്നു, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അതൊരു പാഷൻ എങ്ങനെയാണ്? ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഷൻസ് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. ഇപ്പോൾ കേസ് പറയുകയാണെങ്കിലും ഇപ്പം ഞാൻ ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്, ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി ഗ്രാഫിക് ഡിസൈനിങ് എന്നാണ്. അപ്പോൾ ഞാൻ ഈ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഫേർട്ട് കൊണ്ടുവന്ന സാധനം ഔട്ട് നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു സംഭവം ഉണ്ട് മീഡിയ ലൈഫിനകത്ത്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ, അത് നമ്മൾ എടുത്ത വീഡിയോ നമുക്ക് കാണാൻ പറയുമ്പോൾ അത് അതൊരു സംഭവമാണല്ലോ. അപ്പോൾ എനിക്ക് ആക്ച്വലി അതിൽ നിന്നാണ് ഫസ്റ്റ് കിക്ക് കിട്ടിയത്. ആ കിക്ക് ഭയങ്കര പ്രൊഡക്റ്റ് പിന്നെ ഒരാള് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്. എനിക്ക് ആക്ച്വലി അതിൽ നിന്നാണ് ഫസ്റ്റ് കിക്ക് കിട്ടിയത്. അതെനിക്കിപ്പോൾ ഓർമ്മ. ഞാൻ ജസ്റ്റ് നാട്ടിലൊരു നമ്മളെ മതസംഘടനയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതാണ് പോസ്റ്റേഴ്സ് ഞാൻ ചെയ്തത്. അപ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നി അതിലെന്തോ ഒരു ഹാപ്പിനെസ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. മീൻസ് അത് ആക്ച്വലി പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ജസ്റ്റ് നമ്മൾ സന്തോഷം. അപ്പോൾ അതിൽ നിന്നൊരു ഐ തിങ്ക് ഐ റിയലൈസ് ഇതൊരു എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ ഇഷ്ടം തോന്നുന്നതൊക്കെ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് സംഭവമാണ് ഈ എഡിറ്റിങ്ങും ഈ ഫോട്ടോഗ്രാഫിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതും ട്രൈ ഔട്ട് എപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പാഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അല്ലാത്തൊക്കെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതിന് ഒരു ബെസ്റ്റ്. അങ്ങനെ എല്ലാം നമുക്ക് കൊണ്ടുവെടുക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ ഈ മീഡിയ സ്കൂളിൽ വരുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു പാഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പാഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ക്രിയേറ്റീവ് സംഭവങ്ങൾ ചെയ്യാന്നുള്ളത്. ക്രിയേറ്റീവായിട്ട് നമ്മളൊരു ഓൺ സാധനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പാഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയുടെ പാർട്ടാണ്, എഡിറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്, വീഡിയോഗ്രാഫിൻ്റെ പാർട്ടാണ്. പിന്നെ ദ നെക്സ്റ്റ് തിങ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ ടീച്ചിങ് ആണ്. ടീച്ചിങ് ഓഫ് കോഴ്സ് എൻ്റെ ഏറ്റവും വലിയ പാഷനാണ് ടീച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ടീച്ചിങ് എന്നുള്ള പാഷനും ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫി സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ വരികയാണെങ്കിൽ ഐ തിങ്ക് അതും എനിക്കൊരു പാഷൻ പോലൊക്കെ തന്നെയാണ്. കാരണം ഒരു 100-ൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സംഭവം സെറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുന്നത്
സോ 100-ൽ 98 ആളൊരാളാവണം, അല്ലെങ്കിൽ ആ രണ്ട് പേരിൽ ഒരാളാവണം എന്നുള്ളതാണ്. ഞാനെപ്പോഴും നമ്മൾ സൊസൈറ്റിയിൽ യുണീക്ക് ആവണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ്സ് പൊസിഷൻസൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു മീഡിയ സ്കൂളിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് എവിടെയൊക്കെ ഹാപ്പിനെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മളൊരു ലൈഫിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പാഷൻ. അത് മാറി വരും കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ മാറാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് മാറാണ്ടിരിക്കുന്നെങ്കിൽ ശരിക്കും അത് പാഷൻ തന്നെ ആയിട്ട് വെക്കണം, എന്നാൽ മാറില്ല. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ മീഡിയ ഫീൽഡ്, ക്രിയേറ്റീവ് ഫീൽഡ് വരുന്ന ആൾക്കാർ ഈ പൈസ എന്നുള്ള, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഏർണിങ്സ് എന്നുള്ള ഒറ്റ ബെനിഫിറ്റിൽ വരുന്ന ഒരുപാട് പേരുണ്ടാവും. ക്രിയേറ്റിവിറ്റി, യെസ്, വേറെ ഏർണിങ്സ് മാത്രം അവർ കാണാം. അപ്പോൾ അവർ അവർക്ക് വർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. യെസ്, അതെ. കാരണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സാധനം വരുള്ളൂ. അപ്പോൾ ഹാർഡ് വർക്ക് ഒരിക്കലും പൈസ ആയിട്ട് കണക്റ്റഡ് അല്ല, അത് പാഷനായിട്ട് കണക്റ്റഡ് ശരിക്കും. ഹാർഡ് വർക്ക് ഈസ് പാഷനായിട്ട് കണക്റ്റഡ്. അപ്പോൾ നമ്മളിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു 6 മണി 7 മണി വരെ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ടായിരിക്കും. അത് ആ 7 മണി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഔട്ട് കൊടുക്കാൻ വേണ്ടി ഓവർനൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ആ വർക്ക് ചെയ്യുന്ന സമയത്തും ഇതൊരു എന്ത് ചൊറ പിടിച്ച പരിപാടി തോട്ട് വന്നാൽ അപ്പം ചിന്തിക്കണം അതുകൊണ്ട് പാഷൻ അല്ല എന്നുള്ളത്. അതങ്ങനെ വന്നാൽ അത് പാഷൻ അല്ല. യെസ്, അത് ജസ്റ്റ് ഫോർ ഇൻകം ജനറേറ്റഡ് ഒറ്റ സോഴ്സ് മാത്രമായിട്ട് കാണും. ബട്ട് അതിലുപരി ഹാപ്പിനെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അത് അതിലോട്ടൊന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ സാധനം പൊക്കോളും. യെസ്, അതെ. കഷ്ടപ്പാടുണ്ട്, നല്ലോണം കഷ്ടപ്പാടുണ്ട്. പിന്നെ എന്തായാലും ഫിനാൻഷ്യൽ ഏർണിങ്സ് ഇസ് മസ്റ്റ്. എന്തായാലും നമുക്ക് പാഷനൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഏർണിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം നമ്മൾ വിചാരിച്ച മറ്റ് പല പാഷൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്കൊരു പാഷനുണ്ട്, ലോകം മൊത്തം സഞ്ചരിക്കണം, പിന്നെ ട്രാവലിംഗ് ഒരു പാഷനാണ്. ആ പാഷൻ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും നമ്മൾ പാഷൻ പ്രൊഫഷനാക്കി മാറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൽ നിന്ന് ഫിനാൻഷ്യൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റണം. അത് ഉണ്ടാക്കാൻ പറ്റുക നമ്മൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നിടത്ത് അത് വരും, അല്ലേ? എല്ലാ കാര്യവും അങ്ങനെ തന്നെ അല്ലേ? ഇപ്പോൾ നിങ്ങളൊരു കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്രത്തോളം ഈ വീഡിയോക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം, അല്ലേ? ചിലപ്പോൾ ഇതിനിപ്പോൾ പൈസ കിട്ടിയിട്ടാണോ? അല്ല, ഒരിക്കലും നമുക്കിപ്പോൾ പൈസ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ കണ്ടു നിൽക്കുന്ന ആൾക്കാരെ ഒരു അരമണിക്കൂർ നിൽക്കുമ്പോൾ പിന്നെ മടുത്തിട്ട് അവർ. അതെ, നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അങ്ങനെ വീഡിയോ സെറ്റപ്പ് ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ പിന്നിൽ. നമ്മൾ ഈ വീഡിയോ ഔട്ട് ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ അരമണിക്കൂറോ ഇത് കണ്ടു തീർക്കുമ്പോൾ അവരൊരു ജഡ്ജ്മെന്റ് ഉണ്ടാകും അവരുടെ. പക്ഷെ ആ ഒരു അരമണിക്കൂറുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റുള്ള വീഡിയോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയത്തെ കഷ്ടപ്പാടാണ്, അല്ലെ? ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ കഷ്ടപ്പാടാണ്. അതിന്റെ ബാക്കിലുള്ള പ്രേക്ഷകരെ അറിയുന്നില്ല. പക്ഷെ അത് നമ്മളത് കഷ്ടപ്പെടാൻ തയ്യാറാവുന്ന പാഷനാണ്. അല്ലാണ്ട് ഇപ്പം പൈസ കിട്ടിയാൽ മാത്രം അത് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഫീൽഡിൽ ഈ പാഷൻ ഭയങ്കര കണക്റ്റഡ് വേർഡാണ്. ആ ക്യാമറ പിടിക്കുന്ന തന്നെ ഒരു പാഷൻ. അതെ, സാധനം. ഇത് ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റൂല, പഠിക്കാൻ പറ്റൂന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ സിനിമയിൽ. മഹേഷ് പഠിപ്പിക്കാൻ പറ്റില്ല ആക്ച്വലി. അല്ല, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തോന്നരുത്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫി സേഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? എന്തായാലും എല്ലാ കാര്യവും പഠിപ്പിക്കാൻ എന്തായാലും പറ്റും. പിന്നെ എന്താ പറയാ, നമുക്കൊരു ടെക്നിക്കൽ സൈഡ് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. മഹേഷിൽ പറഞ്ഞത് ആക്ച്വലി മഹേഷിനോട് പറഞ്ഞത് ടെക്നിക്കൽ പഠിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. മഹേഷിനോട് പറയുന്നത് യെസ്, നമ്മൾ എടുത്ത ഡെഫിനേഷൻ വേറെ. മഹേഷിനോട് പറഞ്ഞതിന്റെ ക്രിയേറ്റീവ് സൈഡ് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. കറക്റ്റ്. ടെക്നിക്കൽ സൈഡ് നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം. അപ്പോൾ ചെറുതാണ്, ഷട്ടർ സ്പീഡ് ഇതാണ്, IS ഇതാണ്, വൈറ്റ് ബാലൻസ് ഇങ്ങനെ സെറ്റ്, ഇങ്ങനെ കളർ കിട്ടും, ഇങ്ങനെ എടുത്താൽ ഫ്രീസ് ആവും, ബ്ലർ ആവും, ഇതൊക്കെ പഠിപ്പിക്കാം. ബട്ട് ഇത് എവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം, ഈ സെനാരിയോയിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഏത് ആംഗിൾ വെക്കണം, ഇതൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അത് പഠിപ്പിക്കാൻ പറ്റില്ല. അത് ഫോട്ടോഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതുകൊണ്ടാണ് അച്ഛനത് പറഞ്ഞ മഹേഷിനോട് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ടെക്നിക്കലി അല്ല, ടെക്നിക്കലി പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഇപ്പം നിങ്ങൾ പഠിക്കണ്ടല്ലോ, പഠിക്കാൻ പറ്റുന്നില്ലേ? യെസ്. പക്ഷെ ക്രിയേറ്റീവ് സൈഡ് വേറെ തന്നെ, അത് കറക്റ്റാണ്, പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രാക്ടീസാണ് കേട്ടോ. ഇത് ഈ ടെക്നിക്കൽ പഠിച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ ആ സെക്കൻഡ് പാർട്ട് വരുന്നത്.
അല്ല, ക്യാമറ ഒരു ബേസിക് ഒരു ക്രിയേറ്റീവ് സൈഡ് നമുക്ക് എന്തായാലും വേണ്ടി, എന്നാലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. പഠിക്കാനെങ്കിലും പറ്റണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്രിയേറ്റിവിറ്റി, കാരണം ആക്ച്വലി ക്രിയേറ്റിവിറ്റി അതിനോടൊരു പാഷൻ വേണം, ക്യാമറയോട് ഒരു പാഷൻ വേണം. ക്രിയേറ്റിവിറ്റി എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കാരണം നമ്മുടെ മൈൻഡിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്, അത് കണ്ടെത്താൻ നമ്മളത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ള റീസൺ ആണ് ശരിക്കും. ബട്ട് ചില ആൾക്കാരും പല പ്രശ്നങ്ങളുടെ ഇടയിൽ കുടുങ്ങിക്കെടുക്കാണ് ഈ സാധനം, അതിന് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല പല ആൾക്കാർക്കും. എല്ലാവർക്കും ഒരു കഴിവുണ്ട്. പാഷൻ അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പം ഈ പാഷൻ ഒന്നും ഒരാളും ജനിക്കുമ്പോൾ കൊണ്ടുവരുന്നല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുകയാണ്, എനിക്ക് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരുന്നു തോന്നുന്നിടത്ത് ഞാൻ ട്രൈ ചെയ്താൽ മാത്രമേ എനിക്കിത് പാഷനാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ പല ആൾക്കാരും ഇപ്പോൾ ചെയ്യാം. ഇപ്പം ഒരുപാട് പേരുണ്ട്. വരുൺ ആദിത്യ വൺ ഓഫ് ദ ഇന്ത്യയിലെ ടോപ്പസ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. അപ്പം ആളൊന്ന് ഇൻസ്പയർഡ് ആയിട്ട് വൈൽഡ് ലൈഫിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രം ആൾക്ക് പറയാൻ പറ്റില്ല അത് ആൾക്ക് പറ്റിയ ഫീൽഡായിരിക്കും, ചിലപ്പോൾ പറ്റാത്ത ഏരിയ ആയിരിക്കും. അപ്പോൾ ഇൻസ്പിറേഷൻസ് ആയിട്ടേക്ക് പല ആൾക്കാരും പാഷൻ വരുന്നത്. ബട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നമുക്കത് പാഷനായിട്ട് തോന്നും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അതിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രശ്നമില്ല, രാവും പകലും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അതൊരു ഹാപ്പിനെസ് കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഈ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ക്യാമറ മൊത്തം ഇപ്പോൾ ഒരു ഫോണിൻ്റെ ക്യാമറയിലോട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവം ഒരു ഐഫോണിൻ്റെ ക്യാമറയിലോട്ട് ചുരുങ്ങിയിട്ടുണ്ടോ? അതായത് ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ അങ്ങനെ തോട്ട് വരാം. അതായത് ഈ നോർമൽ ഇപ്പം മൊബൈൽ ഫോണിലൊക്കെ ക്യാമറാസ് ഭയങ്കര ഹൈ ക്വാളിറ്റിക്ക് വരുന്നുള്ളത്. ഇതിൻ്റെ ഒരു ദ റിയൽ സൈഡ് ടെക്നിക്കലി കുറച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പം ഒറ്റ കാര്യം മതി. മൊബൈൽ ഫോണിൻ്റെ അകത്ത് വരുന്ന സെൻസർ എന്നത് ഇത്ര ചെറിയൊരു കുഞ്ഞ് സെൻസറാണ്, ചെറിയൊരു സെൻസർ. ആ സെൻസറിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഇമേജിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ആ സെൻസറിൽ എടുക്കുന്ന അത്രേ വലുപ്പം ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മൾ നോർമൽ ഒരു പ്രൊഫഷണൽ ക്യാമറ 35mm സെൻസറാണ്, ഓൾമോസ്റ്റ് ഇത്രയെങ്കിലും സെൻസറിൻ്റെ എടുത്ത് കാണാം. അപ്പം ഒരു ആനയും ആടും നമ്മൾ വ്യത്യാസം തന്നെ സെൻസറിലുണ്ട്, വിച്ച് മീൻസ് ആ എടുക്കുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി അത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാണോ, നമ്മളിതെല്ലാം കാണുന്നത് സെയിം ഫോണിൻ്റെ ഡിസ്പ്ലേയിലാണ്, അതുകൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്യാത്തത്. ബസ് ആ ഒരു പിക്ചർ എടുത്ത് നിങ്ങൾ ലാപ്ടോപ്പിൽ ഇട്ട് നോക്കി കറക്റ്റ് മനസ്സിലാവും. പിന്നെ കാരണം നമ്മൾ പ്രൊഫഷണലി ഫോട്ടോസ് എടുക്കുന്ന ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ വെഡിങ്ങിലാണെങ്കിൽ ആൽബം പ്രിന്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എടുത്തു വെക്കാനായിരിക്കും. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ ഹോർഡിങ്സുകൾ, ബിൽ ബോർഡുകൾ, പിന്നെ മാഗസീൻസുകൾ, ഇതിനൊക്കെ വേണ്ടി കുറച്ച് പ്രൊഫഷണൽ യൂസിനാണല്ലോ നമ്മൾ നോർമലി ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു ക്വാളിറ്റിയും സാധനം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മൾട്ടി യൂസ് പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എഡിറ്റിംഗ് സൈഡാണ്. ഫോണിലെടുത്ത ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനേക്കാൾ 100 ഇരട്ടി അടിപൊളിയായിട്ട് നമുക്ക് ക്യാമറ എടുത്ത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് മൊബൈൽ ഫോണിലെ ക്യാമറൻ്റെ ആ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, സെൻസർ വലുതാക്കണം. സെൻസർ മാത്രം വലുതാക്കിയാൽ പറയാം, ലെൻസ് വലുതാക്കണം, ക്യാമറ ആ ഒരു മൊബൈൽ മൊത്തം ക്യാമറയായി മാറും. പിന്നെ കാരണം ഫോൺ മൾട്ടി യൂസിന് വേണ്ട സാധനമല്ല, ഫോട്ടോഗ്രാഫി മാത്രമല്ലല്ലോ. അപ്പോൾ ഒരിക്കലും മൊബൈൽ ഫോണിന് ഒരിക്കലും ക്യാമറ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, നെവർ. അവർ മാക്സിമം ചെയ്യാൻ നോക്കുന്നത്. ഇൻസ്റ്റയിലൊക്കെ ഒരു ഫോട്ടോ ഇടാനൊക്കെ അങ്ങനത്തെ ചെറിയ പർപ്പസിന്റെ ഒക്കെ വേണമെങ്കിൽ മൊബൈൽ ഫോൺ തന്നെയാണ്. ബട്ട് പ്രൊഫഷണൽ വരുമ്പോൾ മൊബൈൽ ഫോൺ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും മൊബൈലിന് മാത്രമേ അല്ല ക്യാമറക്ക് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ പാഷനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചോടുകൂടി നമ്മളെ കൂടി കാണാം. ബാക്ക് ടു പാഷൻ. അതായത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഭൂരിപക്ഷം യങ്സ്റ്റേഴ്സിനും പാഷനുണ്ട്, മനസ്സിലുണ്ട്, ഇന്നത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്കും പാഷൻ്റെ പുറകെ പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സേഫ് മനസ്സിലാക്കിയെടുത്തോളം അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കൊരു ഉത്തരവുണ്ട്. സേഫുടെ സൈഡ് ഒന്ന് പറ, എന്തായിരിക്കും? ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു ഭയങ്കര പ്രശ്നമാണ്. കാരണം പിന്നെ ഒരു ക്ലിയർ പിക്ചർ ഇല്ലാത്തത്. നമ്മൾ പാഷൻ്റെ പുറത്ത് ഒരു സാധനത്തിൽ എടുത്ത് ഇറങ്ങിയാൽ മാത്രം പറയാം, നമുക്ക് കറക്റ്റ് ഒരു പിക്ചർ വേണം. ഞാൻ ഇതിലോട്ട് എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ ഇന്ന വർഷം കൊണ്ട് ഞാൻ ലൈഫ് ഇവിടെ എത്തിക്കും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ വില്ലിങ് ആയിട്ട് ആൾക്കാർ അതിനേക്കാൾ വലിയൊരു പേടി തന്നൊരു സംഭവം ഉണ്ടല്ലോ. യെസ്, ആ പേടി ഇല്ലാത്തതുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തത്, ഭയം. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന പോലെയല്ല ദുബായ് ജീവിക്കുന്നത്. സോഷ്യൽ ഭയങ്കര സാധനമാണ്. ജിയോഗ്രഫി ഇതുണ്ടാവും, പിന്നെ ഫിനാൻഷ്യലി ഉള്ള ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളം ബെറ്റർ ദാൻ അതർ സ്റ്റേറ്റ്. ഓക്കെ,
അപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഞാൻ പറയാം, ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ജോലി, ബിസിനസ് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ പോലും നമുക്കൊരു പേടി എന്തായാലും ഉണ്ടാകും. സെയ്ഫ് ഇപ്പോൾ ഒരു മീഡിയ സ്കൂള് തുടങ്ങുന്നതിന് മുമ്പ് സെയ്ഫിയുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, ഇത് എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകണമെന്നുള്ളത്. അത് ഏത് ബിസിനസ് തുടങ്ങുന്ന ഏതൊരു ആൾക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒരു 60-70% ആൾക്കാരും ഫെയിലാവുന്നത് നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലില്ലേ? ബിസിനസ് തുടങ്ങി ഫെയിൽ ആവുന്ന റീസൺ അത് ഡിപ്പെൻസ് ആണല്ലോ എന്തായാലും. അതായത് ഞാൻ ചോദിക്കുന്നത്, ഒരു പാഷൻ എന്ന് പറയുമ്പോൾ ഒരാൾക്ക്, എനിക്കൊരു പാഷൻ ഉണ്ട്, അത് എനിക്ക് ഏണിങ്സ് തരുന്ന ഒരു പാഷനാണ്. പക്ഷെ അതിലോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് 100 ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിൽ. ഓഫ്കോഴ്സ് ഞാൻ ഇതിലോട്ട് എൻ്റെ പാഷൻ ഇതാണ്, പക്ഷെ എനിക്ക് അസ്ഥിക്ക് പിടിച്ചേക്കാം, എനിക്ക് ചെയ്യണം. പക്ഷേ ഞാൻ ഒരുപാട് ചിലപ്പോൾ കടങ്ങൾ മേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പണയം വെച്ചിട്ടായിരിക്കും, ലോൺ എടുത്തായിരിക്കാം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇത് ആയില്ലെങ്കിൽ എന്നുള്ളൊരു ചോദ്യം വരുന്നത് നമ്മുടെ ഇവിടുത്തെ അവസ്ഥകൾ അങ്ങനെ ആവുന്നുണ്ട്. എന്താ അങ്ങനെ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു എന്താ പറയാ ബിസിനസ് മേഖലയിൽ ഒരു മോശപ്പെട്ടൊരു സൈഡ് ഉണ്ടാവുമല്ലോ, നല്ല സൈഡ് ഉണ്ട്. ഉണ്ട്. നോർമലി ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഒന്ന് നോർമൽ വിദേശത്തൊക്കെ ആൾക്കാരെ പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കാനുള്ള കൈൻഡ് ഓഫ് ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജ് ആകുമ്പോഴേക്കും അവരൊരു എന്താ പറയുക റിസ്ക് എടുക്കാൻ അവർ മെൻ്റലി ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്ന ആൾക്കാർ പോലും ഇനി എന്താവണം എന്നുള്ള. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ഫാമിലി ഫുൾ ടൈം നമ്മുടെ സപ്പോർട്ടിങ് ഉണ്ടാവും. സ്വന്തമായിട്ടൊരു സംഭവം നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും റിസ്ക് എടുക്കുന്ന കേസിൽ കേട്ടോ. പിന്നെ സൊസൈറ്റി ഒരു വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ സൊസൈറ്റി കാരണം ഒരു നമ്മൾ ജനിക്കുന്ന അന്ന് തൊട്ട് മരണം വരെ പ്രശ്നമാണ് സൊസൈറ്റി. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാത്തിനും കേട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പാഷൻ ചൂസ് ചെയ്തിട്ട് ഇപ്പം ഒരു കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാർ പറയും നിങ്ങൾക്ക് മറ്റേത് എടുത്തിട്ടായിരുന്നോ, അതിന് പോയിക്കൂടായിരുന്നോ, അതാണെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നത്, കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ്, സോഷ്യൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. അപ്പം എന്തൊക്കെ വന്നാലും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം മെന്റാലിറ്റിയാണ് ദ മോൺസ്റ്റർ. അപ്പോൾ നമ്മൾ ഒരുപാട് സമയമായി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. രണ്ടുപേരും ഒരു പാഷന്റെ പിറകെ ഓടുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് സംസാരിച്ചാൽ തീരത്തില്ല ഈ വിഷയം, എത്ര ദിവസം എടുത്താൽ സംസാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നല്ലയോടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ മാത്രം തോട്ട്സാണ്, ഞങ്ങളുടെ അനുഭവങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എതിരെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ടോപ്പിക്കാണ്, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ്സ് ആണ്. പാഷൻ പല കോൺസെപ്റ്റ്, പല മെന്റാലിറ്റി. നമ്മുടെ മാത്രം കോൺസെപ്റ്റ് ആണ്, അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ എടുക്കുക. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം അടിപൊളി ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. നമസ്കാരം.
നമ്മളെ മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഒരു പാഷൻ. ഇപ്പോൾ ഞാൻ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ഞാനൊരു SEC എന്നൊരു പ്രൊഫഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ മീഡിയ ഫീൽഡ് സ്വിച്ച് ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ക്വസ്റ്റ്യൻസ് ആലോചിക്കണം നിങ്ങൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് കുത്തിയിരുന്ന് പഠിച്ച് കിട്ടിയ എക്സാംസാണ്. വെറുതെ കിട്ടുന്ന കുത്തിയിരുന്ന് പഠിച്ച് കിട്ടിയ എക്സാംസാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് പാസ്സായി അത് റിലേറ്റഡ് ഫാക്കൽറ്റി ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് അപ്പം ഞാനിങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുമ്പിലൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഞാൻ ആ റിസ്ക് എടുത്ത് ഞാൻ അത്രയും വലിയ റിസ്ക് എടുക്കുന്നത് ആ ഒരു ഏജിലാണ്. അത്രയും കൊടുക്കാനുള്ള സമയമായിട്ടില്ല. യെസ്, അത് ഐ തിങ്ക് ഒരു 22 ആ ഈ സമയത്താണ് ഈ സംഭവം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിൽ വൺ ഓഫ് ദി അടിപൊളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു കരിയറുണ്ട്, ഒരു കരിയർ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തു ഞാൻ ജോബിന് പോവുക, അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, ലൈഫ് സെറ്റ് ചെയ്യുക എന്നുള്ള സംഭവമാണെങ്കിൽ ചെയ്യാമല്ലോ. ആ സമയത്ത് ഇപ്പോഴത്തെ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, മീഡിയ. അത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരു ഇൻകം വന്നു തുടങ്ങി, ആ ഇൻകം സ്റ്റോപ്പായി, പിന്നെ അങ്ങോട്ട് പൈസ ഇട്ട് പഠിക്കാൻ പോയിട്ട് വീണ്ടും വേറൊരു പ്രൊഫഷൻ സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട റിസ്ക് എന്ന് പറഞ്ഞാൽ ബിഗ് റിസ്ക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയ റിസ്ക് ഞാനത് ഇരുന്നങ്ങ് ആലോചിച്ചു എന്ത് ചെയ്യണം. ഞാൻ ഫസ്റ്റ് കൊടുത്തെന്തായാലും എനിക്ക് ഹാപ്പിനെസ് എന്തായിരിക്കും. അത് ഞാൻ എപ്പോഴും പാഷനെ ഹാപ്പിനെസ്സിൽ കണക്ട് ചെയ്യുന്ന റീസൺ എന്നുള്ളത് ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷൻ ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒറ്റ റീസൺ എടുത്തുള്ളൂ. ഈ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ ഏതിലായിരിക്കും ഏറ്റവും ഹാപ്പി ആവും ഞാൻ ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ മറ്റേതൊരു നോർമൽ ഒരു കൈൻഡ് ഓഫ്